ഇന്ന് രഥസപ്തമിയാണ്. തിരുനാവായിൽ നടക്കുന്ന മാഘമക മഹോത്സവത്തിൽ ഇന്ന് 1008 യോഗികളുടെ 108 സൂര്യ നമസ്കാരം നടക്കുകയാണ്. വൈകിട്ട് 3:30 ഇന്ത്യൻ യോഗ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തിരുനാവായയിലെ 1008 യോഗികളുടെ 108 സൂര്യ നമസ്കാരം നടക്കുന്നത്. എന്താണ് രഥസപ്തമി? സൂര്യൻ പ്രപഞ്ചത്തിൽ ഉദയം കൊണ്ട ദിവസമാണ് രഥസപ്തമി എന്നാണ് വിശ്വാസം. കാലങ്ങൾക്ക് ശേഷം നിത്യസഞ്ചാരമായതിനാൽ ഇരുന്നുള്ള ജപത്തിന് സാധിക്കുന്നില്ല എന്ന് സൂര്യൻ പരാതി പറഞ്ഞു. അപ്പോൾ 7 കുതിരകളെ പൂട്ടിയ രഥം സൂര്യന് നൽകുകയുണ്ടായി. ആ രഥം സൂര്യന് ലഭിച്ചതും ഇതേ ദിവസം തന്നെയാണ്. അതുകൊണ്ട് സൂര്യ ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിനമായി ഈ തിഥിയെ കണക്കാക്കുന്നു. ഹിന്ദുവിശ്വാസപ്രകാരം മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 7-ാം ദിവസം സൂര്യദേവനെ ആരാധിക്കുന്ന രഥസപ്തമി. രഥസപ്തമി, അചല സപ്തമി, മാഘസപ്തമി, സൂര്യജയന്തി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. രഥസപ്തമി നാളിൽ സൂര്യദേവനെ ആരാധിക്കുന്നതോടൊപ്പം പുണ്യനദികളിൽ കുളിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതും ശുഭമാണ് എന്ന ഒരു വിശ്വാസവുമുണ്ട്. ഈ ദിവസം അനുഷ്ഠാനപരമായ വ്രതം ആചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ലക്ഷ്മിയുടെ അനുഗ്രഹവും ലഭ്യമാകും. രഥസപ്തമി നാളിൽ അരുണോദയയിൽ കുളിക്കണമെന്നാണ് വിശ്വാസം. സൂര്യോദയത്തിന് മുൻപുള്ള 4 മണിക്കൂർ കാലഘട്ടം ഏറ്റവും ശ്രേഷ്ഠമാണ്. അരുണോദയ സമയത്ത്, അതായത് സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു. അചല അല്ലെങ്കിൽ രഥസപ്തമി ആരോഗ്യ സപ്തമി എന്നും വിളിക്കാറുണ്ട്. ദാന പുണ്യപ്രവൃത്തികൾക്ക് സൂര്യഗ്രഹണം പോലെ രഥസപ്തമിയും വളരെ അനുകൂലമായ ദിവസമാണ്. ഇത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം സൂര്യഭഗവാനെ ആരാധിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്താൽ എല്ലാത്തരം പാപങ്ങളിൽ നിന്നും മുക്തി നേടാം. അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇപ്പോഴത്തെ ജന്മത്തിലും മുൻ ജന്മങ്ങളിലും ചെയ്ത 7 തരം പാപങ്ങളിൽ നിന്ന് മോചനം നേടിത്തരാൻ ഈ ദിവസം സൂര്യദേവ ആരാധന കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മദേവന്റെ യാഗഭൂമിയാണ് തിരുനാവായ മണപ്പുറം. ഭാരതപ്പുഴ ത്രിമൂർത്തി സംഗമ സ്ഥാനവുമാണ്. ത്രിമൂർത്തി സംഗമ സ്ഥാനം എന്ന രീതിയിൽ ഭാരതത്തിൽ ഇതുപോലെ മറ്റൊരു സ്ഥലമില്ല. മഖം നടന്നിരുന്ന വേദിയാണിത്. ത്രികോണാകൃതിയിലുള്ള ഇവിടെ രാജരാജേശ്വരിയുടെ അധിഷ്ഠാനം കൂടിയാണ്. ബ്രഹ്മദേവന്റെ യജ്ഞത്തിനു വേണ്ടി ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ഗംഗയിൽ ലയിച്ചിവിടെ എത്തിയപ്പോൾ ഇത് ഭാരതപ്പുഴയായി. ഭൗമശാസ്ത്രപരമായ ഒട്ടേറെ പ്രാധാന്യമുണ്ട് തിരുനാവായയ്ക്ക്. കുംഭമേള പോലെ വലിയ ഒരു ഉത്സവമായിരുന്നു പണ്ടിവിടെ നടന്നിരുന്ന മഹാമാഘവും. നിളാസ്നാനവും നിള ആരതിയും യജ്ഞങ്ങളും ഒക്കെയായി മഹാമാഘ മഹോത്സവം മറ്റൊരു ലഹരിയിലാണ്. കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന് ആയിരങ്ങളാണ് ഭാരതപ്പുഴയോരത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് മഹാമാഘ മഹോത്സവത്തിന് ലഭിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. 70,000-ലേറെ പേർ കഴിഞ്ഞ ദിവസം എത്തിയെന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ തന്നെ മുഴുവൻ മലയാളികളും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലയാളികൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമെല്ലാം ധാരാളം വിശ്വാസികൾ എത്തുന്നു. ഈ സ്വീകാര്യത തന്നെ വലിയൊരു ഊർജ്ജമാണ് ഇതിന്റെ നടത്തിപ്പുകാർക്ക് നൽകുന്നത്. വലിയ സംഭാവനകൾ നൽകിയ വളരെ വലിയൊരു മഹത്തായ പൈതൃകമാണ് ഭാരതപ്പുഴയുടെ തീരത്തിനുള്ളത്. വലിയ കവികൾ, ശാസ്ത്രകാരന്മാർ, വേദപണ്ഡിതർ തുടങ്ങിയവർ ഇതിന്റെ തീരത്തുണ്ടായിരുന്നു. ഭാരതപ്പുഴയെ പാരിസ്ഥിതികമായി വീണ്ടെടുക്കുന്നതിനൊപ്പം കൈമോശം വന്നുപോയ അതിന്റെ തീരത്തെ നമ്മുടെ മഹാപൈതൃകങ്ങളുണ്ട്. അവയെ, അറിവുകളെ, പാരമ്പര്യങ്ങളെ ഇതൊക്കെ വീണ്ടെടുക്കണം. എന്തൊക്കെയാണോ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ പുതിയ തലമുറയെ അറിയിക്കണം. പല കണ്ടുപിടുത്തങ്ങളും വിദേശികളുടെ പേരിലാണ് നാം പഠിക്കുന്നത്. ഇത് പലതും ഉണ്ടായിരുന്ന നാടാണ്. ഇത്തരം ആ ഒരു കണ്ടെത്തലുകൾ, ആ ഒരു വീണ്ടെടുക്കലുകൾ, അതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കുംഭമേളകൾ പോലെയും അതുപോലെയുള്ള പല ആചാരങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെയും ആശയമാക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. എന്തായാലും മഹാമാഘമേള, കുംഭമേള, കേരള കുംഭമേള അതിൻ്റെതായ അർത്ഥത്തിൽ വിജയം കൈവരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് കർമാസ്.